കരയ്ക്ക് കയറ്റിയിരിക്കുകയാണ്. കരയ്ക്ക് കയറി ആന വിരണ്ടോടിയിരിക്കുകയാണ്. കുണ്ടും പടക്കവും ഉപയോഗിച്ച് ആന എറിഞ്ഞോടിച്ചിരിക്കുകയാണ്. അടുത്തുള്ള ഒരു ഓട്ടത്തിലേക്കാണ് ആന ഓടിപ്പോയത്. അർദ്ധരാത്രി 12 മണിയോടെ കോതമംഗലം കോട്ടപ്പടിയിൽ കുട്ടിയാന കിണറ്റിൽ വീഴുന്നു. തുടർന്ന് 16 മണിക്കൂറിന് ശേഷം ആന കരയിലേക്ക്. കിണറിന്റെ ഭാഗത്തേക്ക് വഴിതെളിച്ച് JCB എത്തിച്ചു. ശേഷം കിണറിന്റെ വശമിടിച്ച് ആനയെ പുറത്തെത്തിക്കുന്നു. ഇതിനിടെ പലതവണ കരയ്ക്കെത്താൻ കുട്ടിയാന ശ്രമിക്കുന്നുണ്ട്. സ്വയം മണ്ണിടിച്ചെങ്കിലും ആ മണ്ണ് ശരീരത്തിൽ വീണ് പലയിടങ്ങളിലായി ആനയ്ക്ക് മുറിവേറ്റു. കിണറിന് പുറത്തെത്തിച്ച ആന അടുത്തുള്ള പൈനാപ്പിൾ തോട്ടത്തിലേക്ക് കടന്നത് ചെറിയ പരിഭ്രാന്തി ഉയർത്തി. പടക്കങ്ങൾ പൊട്ടിച്ചും ബഹളം വെച്ചും 3 കിലോമീറ്ററോളം ഓടിച്ച് ആനയെ കാട്ടിലേക്ക് തിരിച്ചു കയറ്റിയെങ്കിലും ജനങ്ങൾ ഇപ്പോഴും ഭീതിയിലാണ്. രാവിലെ വനംവകുപ്പ് അധികൃതർക്കെതിരെ നാട്ടുകാർ ശക്തമായി പ്രതിഷേധിച്ചു. ആന സ്ഥിരം ശല്യക്കാരനാണ്. ആന ഞങ്ങൾ ചുള്ളിക്കൊമ്പെന്ന ആനയെ വിളിക്കുന്ന. ഈ ആന ലൈറ്റടിച്ച് ആന ഓടി വരും. ഈ ആന വീണ്ടും ഇവിടെ ജനങ്ങളെ കൊന്നിരിക്കും. രക്ഷാദൌത്യത്തിന് മുന്നോടിയായി കോട്ടപ്പടി പഞ്ചായത്തിലെ 1, 2, 3, 4 വാർഡുകളിൽ 24 മണിക്കൂർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു. DFOയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ പങ്കെടുത്ത ചർച്ചകൾക്കൊടുവിലാണ് രക്ഷാദൌത്യം ആരംഭിച്ചത്. കിണറിന്റെ ഉടമയ്ക്ക് നഷ്ടപരിഹാരം നൽകാനും ആനയെ മയക്ക് വെടിവെക്കാനും ധാരണയായിരുന്നു. എന്നാൽ പിന്നീട് മയക്ക് വെടിവെക്കാനുള്ള തീരുമാനം ഉപേക്ഷിച്ചു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.